ഭഗവാന്റെ പാദതീർത്ഥമായിരിക്കുന്ന ഗംഗയെ മലീമസമാക്കാനായിട്ട് വൃത്തികേട് ചെയ്തു. 10-13 കാര്യങ്ങൾ ഗംഗാനദിയിൽ ചെയ്യാൻ പാടില്ല എന്ന് നിയമമുണ്ട്. ശൗചം, ആചമനം ചെയ്വ, നിർമാല്യം, മലകരിഷണം, തൈലസമ്പ്രദനം, ക്രീഡാം, പ്രതിഗ്രഹമതോ രതിം, അന്യതീർത്ഥാഭിലാഷശ്ച, അന്യതീർത്ഥപ്രശംസനം, വസ്ത്രത്യാഗം, തദാഘാതം, സംഹാരം, ചൈവവർജയൽ. 13 കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. അതിന് വിപരീതമായിട്ട് മദ്യപിച്ച് മദോന്മത്തരായിട്ട് വിവസ്ത്രരായിട്ട് ഭഗവാന്റെ പാദതീർത്ഥമായ പുണ്യഗംഗയെ കലക്കി മറിച്ച് മലീമസമാക്കി. ഇത് ശ്രീനാരദ മഹർഷി കണ്ടു. കഷ്ടം, നല്ലൊരു കുലത്തിൽ ജനിച്ചു, നല്ല യൗവനം, നല്ല വിദ്യാഭ്യാസം, നല്ല കുലമഹിമ. കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞ പോലെ നല്ലൊരു ജാതിയിൽ വന്നു പിറന്നു, നല്ലൊരു രൂപഗുണങ്ങളുമുണ്ട്, ഹരിയെന്നാദിയൊരക്ഷരം അവരുടെ അരികക്കൂടെ പോയിട്ടില്ല. എന്തെല്ലാം നല്ല ഗുണങ്ങൾ ഉണ്ടായിട്ട് എന്താ കാര്യം? ഭഗവത് വിമുഖനാണെങ്കിൽ ഒരു കാര്യമില്ല. 4 ദോഷങ്ങളുണ്ട്. യൗവനം, ധനസമ്പത്തി, പ്രഭുത്വം, അവിവേകത. ഏകൈകശോപ്യനർത്ഥായ കിമു തത്ര ചതുഷ്ടയം ന. യൗവനം, ചോരത്തളപ്പ്, എന്ത് ചെയ്യാൻ ഉള്ള ഭാവം. ധനസമ്പത്തി, ഇഷ്ടം പോലെ കാശ്. പ്രഭുത്വം, അധികാരം ഉണ്ടാവുക. അവിവേകത, വിവരക്കേടും. ഇത് 4ലും ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടായാൽ തന്നെ ലോകത്തിന് ഉപദ്രവ. 4ഉം കൂടി ഒരുമിച്ചൊരുത്തൻ വന്നാലോ ലോക കണ്ടകനായിട്ട് മാറും. ഈ 4ഉം കൂടി ഇവർക്ക് വന്നു. ഇവർക്കെന്താ? ഈ കാശിൻ്റെ ഹുങ്ക്. ദാരിദ്ര്യമെന്നുള്ളതറിഞ്ഞവർക്കേ പാരിൽ പരക്ലേശ വിവേകമുള്ളൂ. കാശിൻ്റെ ഹുങ്ക് കൊണ്ട് ദേഹാഭിമാനം മൂത്ത് എന്ത് പാപവും അധർമ്മവും ചെയ്യാമെന്നുള്ള ഒരു ബോധം ഇവർക്ക് വന്നതുകൊണ്ടല്ലേ തയോരനുഗ്രഹാർത്ഥായ ശാപന്ദാസ്യന്തിദം ജഗൗ. ആ നാരദ മഹർഷി ഞങ്ങളെ അനുഗ്രഹിക്കാനായിട്ട് ശാപത്തിൻ്റെ രൂപത്തിൽ അനുഗ്രഹിച്ചു. നാരദ മഹർഷി വരണ കണ്ടപ്പോൾ സ്ത്രീകളൊക്കെ വസ്ത്രം ധരിച്ച് കയറിപ്പോയി. ഒരു കുലുക്കമില്ലാണ്ട് ഇവർ നിന്നു. ഒരു കുലുക്കമില്ലാണ്ട് നിൽക്കുകയാണല്ലേ, മരുതവൃക്ഷങ്ങളായി പോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ നാരദ മഹർഷിയുടെ ശാപം കൊണ്ട്, അനുഗ്രഹം കൊണ്ട് എന്ന് പറയട്ടെ, ഞങ്ങൾ മരുതവൃക്ഷങ്ങളായി. ഇപ്പോൾ അങ്ങയെ ദർശിക്കാനും സ്പർശിക്കാനും സാധിച്ചപ്പോൾ നാരദ മഹർഷി ശപിക്കുകയല്ല, അനുഗ്രഹിക്കുകയാണെന്ന് മനസ്സിലായി. പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ചു. അവരവിടുന്ന് യാത്രയാകുന്നതിന് മുമ്പ് അവർ ഒരു സ്തോത്രം ചൊല്ലി ഭഗവാനെ. 10ാമത്തെ സ്കന്ധം 10ാമത്തെ അധ്യായം 38ാമത്തെ ശ്ലോകം ബൈഹാട്ട് പഠിക്കുക. ഏത് ഈശ്വരൻ്റെ മുമ്പിൽ ചെന്നിട്ടും പ്രാർത്ഥിക്കാവുന്ന പ്രാർത്ഥന. വാണി ഗുണാനുകഥനെ ശ്രവണൗ കഥായാം ഹസ്തൗ ച കർമ്മസു മനസ്തവ പാദയോർന്ന സ്മൃത്യാം ശിരസ്തവ നിവാസ ജഗൽ പ്രണാമേ ദൃഷ്ടിസ്സതാം ദർശനസ്തു ഭവത്തനൂനാം. വാണി ഗുണാനുകഥനെ, ഞങ്ങൾക്ക് നാവുകൊണ്ട് അങ്ങയെ സ്തുതിക്കാൻ സാധിക്കണം. ശ്രവണവും കഥായാം, കേൾക്കുന്നത് മുഴുവൻ അവിടുത്തെ കഥകളായിരിക്കണം. ഹസ്തൗച കർമ്മസു, കൈകൾ കൊണ്ട് അവിടുത്തെ സേവിക്കാൻ സാധിക്കണം. മനസ്തവപാതയോർന്ന സ്മൃത്യാം, മനസ്സുകൊണ്ട് അങ്ങയുടെ പാദാംബുജങ്ങളെ ധ്യാനിക്കാൻ സാധിക്കണം. ശിരസ്തവ നിവാസ ജഗൽ പ്രണാമേ, ശിരസ്സുകൊണ്ട് അങ്ങയെ നമസ്കരിക്കാൻ സാധിക്കണം. ദൃഷ്ടിസ്സതാം ദർശനസ്തു ഭവത്തനൂനാം, കാണുന്നതൊക്കെ അവിടുത്തെ സ്വരൂപമായിട്ട് കാണണം. ഇങ്ങനെ ഈ ശരീരം കൊണ്ട് ചെയ്യുന്നതെല്ലാം, ശരീരത്തിൻ്റെ സകല അവയവങ്ങൾ കൊണ്ടും സകല ഇന്ദ്രിയങ്ങൾ കൊണ്ടും സകല കോശം കൊണ്ടും ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ഭഗവതർപ്പണമായിരിക്കണം. കായേന വാച മനസേന്ദ്രിയർവ നാരായണായേതി സമർപ്പയത്തൽ എന്ന ശ്ലോകത്തിൻ്റെ മറ്റൊരു രൂപം. ഇത് ഏത് ശ്രീകോവിലിൻ്റെ മുമ്പിൽ ചെന്നും പ്രാർത്ഥിക്കുക. ഭഗവാനോട് ഒന്നും ചോദിക്കരുത് എന്നാണ് ഭാഗവതം പറയുക. ഇനി അങ്ങനെ ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരൊറ്റ ശ്ലോകം ചൊല്ലുക. വാണി ഗുണാനുകഥനെ ശ്രവണോ കഥായാം ഹസ്തൗച കർമ്മസു മനസ്തവവാദയോർന്ന സ്മൃത്യാം ശിരസ്തവ നിവാസജകൾ പ്രണാമേ ദൃഷ്ടിസ്തതാം ദർശനസ്തു ഭവത്തനൂനാം. ഗുരുവായൂരപ്പൻ്റെ മുമ്പിലോ ചോറ്റാനിക്കരമ്മയുടെ മുമ്പിലോ വടക്കുന്നാഥൻ്റെ മുമ്പിലോ അയ്യപ്പസ്വാമിയുടെ മുമ്പിലോ ഏത് ശ്രീകോവിലിൽ ചെന്നിട്ടും എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ഇത് മാത്രം ചോദിക്കുക. അവരെ അനുഗ്രഹിച്ച് ഭഗവാൻ യാത്രയാക്കി. അങ്ങനെ ദാമം കൊണ്ടുള്ള ബന്ധനം കൊണ്ട് ഭഗവാന് ദാമോദരൻ എന്ന പേര് വന്നു.